ഉത്തര കൊറിയയുടെ ആണവായുധ ശേഷിയെക്കുറിച്ചുള്ള പുതിയ കണക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വടക്കൻ കൊറിയയുടെ പക്കൽ 80 മുതൽ 120 വരെ ആണവ വാർഹെഡുകൾ ഉണ്ടായേക്കാമെന്നാണ് ദക്ഷിണ കൊറിയ നൽകുന്ന പുതിയ വിലയിരുത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ അവകാശപ്പെട്ടതിനേക്കാൾ വലിയ ഉയർന്ന സംഖ്യയാണിത്. ഉത്തര കൊറിയയുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര വിലയിരുത്തലുകളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് ഈ പുതിയ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. 57 ആണവായുധങ്ങൾ മാത്രമാണ് പ്യോങ്യാങ്ങിന്റെ പക്കലുള്ളതെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ പുതിയ കണക്കുകൾ പുറത്തു വന്നതോടെ വടക്കൻ കൊറിയ നിർമ്മിച്ചു കൂട്ടിയ ആയുധശേഖരത്തിന്റെ വ്യാപ്തി ട്രംപ് കണക്കാക്കിയതിലും എത്രയോ മുകളിലാണെന്ന ഭീതി ഉയർന്നു കഴിഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആർ ഗ്യൂബാക് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. എങ്കിലും 80 മുതൽ 120 വരെയുള്ള ഈ ഉയർന്ന സംഖ്യ സ്വകാര്യ ഗവേഷണ സ്ഥാപനങ്ങളുടെ പഠനങ്ങളെ ആസ്പദമാക്കിയുള്ളതാണെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു. സിയോളിലെ ഔദ്യോഗിക പ്രതിരോധ മന്ത്രാലയം ഈ കണക്കുകൾ പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവായുധ ഭീഷണി തൊട്ടടുത്ത് നിലനിൽക്കുമ്പോഴും സ്വന്തമായി ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന കർശന നിലപാടിൽ തന്നെ ദക്ഷിണ കൊറിയ ഉറച്ചു നിൽക്കുകയാണ്. സ്വന്തമായി ന്യൂക്ലിയർ ശേഷി കൈവരിക്കുന്നത് മേഖലയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് സിയോളിലെ വെളിപ്പെടുത്തൽ. അതിനാൽ തന്നെ അന്താരാഷ്ട്ര ആണവ നിരോധന കരാറുകളോട് ചേർന്നാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ഇതോടൊപ്പം തന്നെ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ തന്ത്രജ്ഞ ആയുധങ്ങളോ തങ്ങളുടെ മണ്ണിൽ വിന്യസിക്കാൻ അനുവദിക്കില്ലെന്നും ദക്ഷിണ കൊറിയ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ആണവ വിന്യാസം വടക്കൻ കൊറിയയെ കൂടുതൽ പ്രകോപിക്കുമെന്നും മേഖലയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നും ദക്ഷിണ കൊറിയ നേതൃത്വം ഭയപ്പെടുന്നു. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരത്തിലെത്തുകയോ സ്വാധീനം ഉറപ്പിക്കുകയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കാൻ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്യോങ്യാങ്ങുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനും മുൻ നിർത്തിവെച്ച ഉച്ചകോടികൾ പുനരുജ്ജീവിപ്പിക്കാനുമാണ് ട്രംപിന്റെ ശ്രമം. എന്നാൽ ഈ ചർച്ചാ നീക്കങ്ങളെ തികഞ്ഞ സംശയത്തോടെയാണ് ഉത്തര കൊറിയ കാണുന്നത്. കിം ജോങ് ഉന്നിന്റെ ശക്തമായ സഹോദരിയും മുതിർന്ന നേതാവുമായ കിം യോ ജോങ് അമേരിക്കയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. നേതാക്കൾ തമ്മിൽ വ്യക്തിപരമായി മികച്ച ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക ഉത്തര കൊറിയയുടെ പ്രധാന ശത്രുവായി തന്നെ തുടരുമെന്ന് അവർ തുറന്നടിച്ചു. അമേരിക്കയുടെ നയങ്ങളിൽ വിശ്വസിക്കാൻ കൊറിയൻ നേതൃത്വം തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കുക എന്ന തന്ത്രമാണ് പ്യോങ്യാങ് തുടരുന്നത്. ഡൊണാൾഡ് ട്രംപുമായുള്ള സൗഹൃദം രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളെ ബാധിക്കില്ലെന്ന് ഉത്തര കൊറിയ തറപ്പിച്ചു പറയുന്നു. ഉത്തര കൊറിയയുടെ ഈ നിലപാട് കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും വടക്കൻ കൊറിയ എങ്ങനെയാണ് ഇത്രയധികം ആണവ സാമഗ്രികളും വാർഹെഡുകളും നിർമ്മിച്ചതെന്ന ചോദ്യം ലോകശക്തികളെ കുഴയ്ക്കുന്നുണ്ട്. രഹസ്യ കേന്ദ്രങ്ങളിലെ യുറേനിയം സമ്പുഷ്ടീകരണവും സാങ്കേതിക മുന്നേറ്റവുമാണ് ഇതിന് പിന്നിൽ. ഈ സാഹചര്യത്തിൽ ദക്ഷിണ കൊറിയ നേരിടുന്ന സുരക്ഷാ ഭീഷണി മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അയൽരാജ്യം വൻതോതിൽ ആണവായുധങ്ങൾ സംഭരിക്കുമ്പോൾ പാരമ്പര്യ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നത് ദക്ഷിണ കൊറിയൻ ജനതയ്ക്കുള്ളിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ തന്നെ സ്വന്തമായി ആണവായുധം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ആയുധ വികസനത്തിന് റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും പാശ്ചാത്യ ശക്തികൾക്കുണ്ട്. ആഗോളതലത്തിൽ ഉപരോധങ്ങൾ ശക്തമാക്കുമ്പോഴും ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യകളും അസംസ്കൃത വസ്തുക്കളും പ്യോങ്യാങ്ങിലേക്ക് ഒഴുകുന്നുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ട്രംപിന്റെ കുറഞ്ഞ വിലയിരുത്തലുകളും സ്വകാര്യ ഏജൻസികളുടെ ഉയർന്ന കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പരാജയത്തിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. വടക്കൻ കൊറിയയുടെ അടച്ചുപൂട്ടപ്പെട്ട ഭരണ സംവിധാനത്തിന് ഉള്ളിൽ സംഭവിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പാശ്ചാത്യ ശക്തികൾക്ക് സാധിക്കുന്നില്ല. കൊറിയൻ ഉപദ്വീപിലെ അസ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. കിഴക്കൻ ഏഷ്യയിൽ ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ അത് ജപ്പാൻ, ചൈന തുടങ്ങിയ വൻകിട ശക്തികളെ കൂടി ബാധിക്കും. അതിനാൽ തന്നെ വടക്കൻ കൊറിയയുടെ ആണവശേഖരത്തെക്കുറിച്ചുള്ള ഓരോ വിവരവും അതീവ ഗൗരവത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഭാവി നയതന്ത്ര നീക്കങ്ങൾ എങ്ങോട്ട് തിരിയുമെന്നത് വരും നാളുകളിൽ നിർണായകമാകും. വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രായോഗികമായ ആധുനിക നിരീക്ഷണ കരാറുകളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിടത്തോളം കാലം പ്യോങ്യാങ്ങിന്റെ ആണവ ഭീഷണി ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കും.